നടന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരാണ് കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ തന്നെ ഇപ്പൊ ഫ്രണ്ട്സിലെ ഉദയായാലും ശരി, നമ്മുടെ ഉസ്താദിലെ പപ്പയായാലും ശരി, ആകാശത്തിലെ നായയായാലും ശരി, അപ്പം ആ ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് നിലനിൽക്കാന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ നിലനിൽക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഉസ്താദിലെ പപ്പയുടെ കഥാപാത്രമായാലും ഇങ്ങനെ ഒരു ഏട്ടനീതി ആ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വലിയൊരു ഇതായിരുന്നു. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് കണ്ടാലും അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് കാണാറുണ്ട്. എത്രത്തോളം ഫേവറേറ്റ് ആണ്? ഇപ്പോഴും ആ മൊമെന്റുകൾ ഓർക്കാറുണ്ടോ ലാൽ സാറുമായിട്ട്? തീർച്ചയായിട്ടും അത് ഇപ്പോഴും നമുക്ക് മെസ്സേജസും ഗ്രീറ്റിങ്സും ഒക്കെ വരാറുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഓർത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്നത്. നിങ്ങളൊക്കെ ആണല്ലോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറീസും റീൽസും ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ സന്തോഷം തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷനും അതൊക്കെ ഓർക്കുന്നു എന്ന് അറിയുന്ന സന്തോഷം തന്നെയാണ്. ഇപ്പോഴത്തെ സിനിമകളൊക്കെ